വലിയൊരു രാഷ്ട്രീയ വാർത്ത വരികയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 2028 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപനം. രാഷ്ട്രീയം അഴിമതിയാൽ മലീമസമായെന്നാണ് പരാമർശം. പ്രായാധിക്യവും ആരോഗ്യസ്ഥിതിയും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചുവെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നു. ಜನ ಅವರನ್ನು ತಿರಸ್ಕಾರ ಮಾಡಿದರು, ಬಯಸಿದರು. ಆ ಸಂದರ್ಭದಲ್ಲಿ ಕೂಡ ನನಗೆ ರಾಜಕೀಯ ಉಳಿದೋಗಿದೆ, ನನಗೆ ಬೇಡಾಗಿಲ್ಲ, ಬೇರೆ ಅವರು ಹೇಳಿಲ್ಲ. മാണ്ഡ്യയിലെ ഒരു പരിപാടിയിലാണ് പ്രതികരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോബൽ മാരിക്കാരനാണ് ചേരുന്നത്. നോബൽ, നമുക്കറിയാം DK ശിവകുമാറുമായുള്ള ഗ്രൂപ്പ് വഴക്ക്, അതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായി DK മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതായുള്ള പ്രഖ്യാപനം വരുന്നത്. പ്രായമായവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ രാഷ്ട്രീയം മലീമസമായെന്ന് ഇത്രയധികം കാലമെടുത്തു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴാണോ സിദ്ധരാമയ്യക്ക് തിരിച്ചറിവുണ്ടായത്? വിനിത, വളരെ പ്രസക്തമായ ചോദ്യമാണ്. സിദ്ധരാമയ്യയ്ക്ക് കഴിഞ്ഞ മാസമാണ് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായത്. പിന്നാലെ DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ മലിനമായിരിക്കുന്ന രാഷ്ട്രീയം എന്താണ് സിദ്ധരാമയ്യ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിടുന്നത് എന്നാണ് സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നത്. 2028 കർണാടകയിൽ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ 79 വയസ്സ് പിന്നിട്ട് 2028 ആകുമ്പോഴേക്കും ഏറെക്കുറെ 82 വയസ്സിലേക്ക് എത്തും. പ്രായം പഴയതുപോലെ ശരീരത്തെയും മനസ്സെയും അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സിദ്ധരാമയ്യ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 50 വർഷത്തെ രാഷ്ട്രീയം കൂടി അത്തരത്തിൽ 82 വയസ്സാകുമ്പോൾ പൂർത്തിയാവുകയാണ്. 50 വർഷം കർണാടകയിൽ സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയ തരത്തിൽ ഭാഗ്യമുണ്ടെന്നും നന്ദിയുണ്ടെന്നും ഒപ്പം ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു സന്തോഷമൊക്കെ സിദ്ധരാമയ്യ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പൊതുപരിപാടിയിലൊപ്പം സമൂഹ മാധ്യമ പോസ്റ്റിലും ഈ 2028 മത്സരിക്കില്ല എന്ന കാര്യം സിദ്ധരാമയ്യ വ്യക്തമാകും. താൻ മത്സരിക്കണമെന്നും താൻ സജീവമായി തന്നെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകണമെന്നൊക്കെ തന്റെ അനുയായികൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് കഴിയാത്ത സാഹചര്യം ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം അലട്ടുന്നുണ്ട് എന്നാണ് സിദ്ധരാമയ്യ വ്യക്തമാകുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയം മലിനീകരിക്കപ്പെട്ടു എന്ന് സിദ്ധരാമയ്യ പറയുമ്പോൾ തീർച്ചയായും പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടേണ്ടി വന്നു. അത് മനസ്സിലാക്കാൻ എന്ന് വേണം നമുക്ക് പറയാനുള്ളത്. കാരണം നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഏറെ പണിപ്പെട്ടാണ് സിദ്ധരാമയ്യ ഹൈക്കമാൻഡ് നീക്കിയത്. ഒരു തരത്തിലും DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുനിൽക്കാൻ സിദ്ധരാമയ്യ തയ്യാറുമായിരുന്നില്ല. തനിക്ക് അഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ആവേശവും ഊർജ്ജമൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നാലെ വലിയ തരത്തിൽ അതൃപ്തി സിദ്ധരാമയ്യക്ക് അടക്കം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഹൈക്കമാൻഡ് നിർബന്ധിച്ച് DK ശിവകുമാർ മേടിച്ചു നൽകിയതാണെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും വ്യക്തമാക്കുന്നു. ഒപ്പം കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉണ്ടായിട്ട് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തുടരാൻ കഴിയാത്തതിലും അദ്ദേഹത്തിന് വലിയ തരത്തിൽ നീരസം ഉണ്ട്. എന്താണെങ്കിലും അത്തരത്തിൽ അതിർത്തിയൊക്കെ പുകയുന്നതിനിടയിലാണ് 2028 മത്സരിക്കാനില്ല എന്നൊരു തീരുമാനം ഇപ്പോൾ സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും സിദ്ധരാമയ്യ സജീവ രാഷ്ട്രീയത്തിൽ 50 വർഷം 2028 പൂർത്തിയാവുകയും ചെയ്യുന്നുണ്ട്. വിനീത, ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.